ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ശ്രീനഗറിലെ ശങ്കരാചാര്യ ടെമ്പിളിലേക്ക്, ശങ്കരാചാര്യ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിലാണ്. സ്റ്റെപ്പ് തുടങ്ങി ഒരു 50 സ്റ്റെപ്പോളം കയറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് എണ്ണിക്കൊണ്ടാണ് ഞങ്ങളുടെ യാത്ര. ഞങ്ങൾ 34 പേരും കയറുന്നുണ്ട്. അതിലെല്ലാ പ്രായത്തിലുള്ള ആളുകളുമുണ്ട്. പക്ഷെ എന്തിനാലും യാതൊരു കാരണവശാലും പിന്മാറില്ല എന്നുള്ള തീരുമാനത്തിൽ എല്ലാവരും മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റവും മുറയിൽ ഞാനാണുള്ളത്. അമ്പലം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. തൊട്ട് കാണുന്നതാണ്, മേലെ കാണുന്നതാണ് അമ്പലം. നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ വലത്തെ സൈഡ് കാണാം ഗൗരിക്കുണ്ട്. തിരിച്ചു വരുമ്പോൾ കയറാം. അല്ല, നമ്മൾ അമ്പലം കയറിയിട്ടല്ലേ ബാക്കി പോവുക. അപ്പോൾ ഇവിടെ കയറാം, എല്ലാവർക്കും കയറാം, അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 200-250 സ്റ്റെപ്പ് മാക്സിമം. ഇപ്പോൾ ശങ്കരാചാര്യയിലേക്ക്, ശ്രീനഗറിലുള്ള ശങ്കരാചാര്യ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ 34 പേരും. ആരും മാറിയുന്നില്ല, എല്ലാവരും പോകുന്നുണ്ട്. ദൂരെ താഴെ ശ്രീനഗറിൻ്റെ കാഴ്ച നമുക്ക് കാണാം. ദാൽ തടാകം. 200 സ്റ്റെപ്പാണുള്ളത്. 200 പോരാ, ഇപ്പോൾ 160, 150, ഒരു 200-250 ചോടെയുള്ള സ്റ്റെപ്പുകളാണ് ഉള്ളത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ്, സുഖമുള്ള തണുപ്പ്. ഒന്നും വേണ്ട, ജർക്കിനോ കമ്പിളി കുപ്പായൊന്നും വേണമെന്നില്ല ഈ സമയത്ത്. മഞ്ഞുകാലത്താണെങ്കിൽ, വിൻ്ററിലാണെങ്കിൽ നല്ല തണുപ്പുണ്ടാവും. ഹെവി കോൾഡ്. വലിയ ഓട്ടുപണിയാണ്. ഞാനേതായാലും ഒന്ന് മണി മുഴക്കിക്കൊണ്ട് തന്നെ ഈ ശിവക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീ ശങ്കരാചാര്യ ടെമ്പിൾ, ശ്രീനഗർ. ഈ കാണുന്നതാണ് ചിനാർ മരം. ഇത് കാശ്മീരിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് ചിനാർ. നമ്മുടെ ആളുകളെല്ലാം മുമ്പിലെത്തിയിട്ടുണ്ട്, മേലെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശങ്കരാചാര്യ ക്ഷേത്രത്തിൻ്റെ, ശ്രീനഗറിലെ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ തൊട്ടും താഴെയാണ്. ഇനി ചെറിയൊരു ദൂരം മുകളിലേക്ക് കയറിയാൽ ക്ഷേത്രത്തിലെത്താൻ കഴിയും. അപ്പോൾ എല്ലാവരും മുകളിലേക്ക് പോയിട്ടുണ്ട്. ഞാനും അങ്ങോട്ട് തന്നെ നടക്കുകയാണ്. ഇവിടെ കാണാം ശ്രീ ശങ്കരാചാര്യരുടെ ഒരു പ്രതിമ. നമുക്കിവിടെ കാണാം. ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് കാശ്മീർ, വടക്കേ അറ്റത്ത് കാശ്മീരിലെത്തി ഇവിടെ ഈ മലമുകളിൽ തപസ്സിരിക്കുകയും ഇവിടെ ഒരു ശിവക്ഷേത്രം, അല്ലെ ശിവപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത ആദിശങ്കരൻ്റെ പ്രതിമയാണ് നമ്മൾ ഈ തൊട്ടുമുമ്പിൽ കാണുന്നത്. നമ്മൾ നടക്കുന്ന വഴിയുടെ വലതുവശത്ത്. ശ്രീനഗറിൽ നിന്ന് 9 കിലോമീറ്റർ ദൂരത്തിലാണ് ശങ്കരാചാര്യ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രം. നല്ല തണുത്ത കാലാവസ്ഥ. കയറി വന്ന ക്ഷീണമൊക്കെ പമ്പ കടന്നു. ഇവിടുത്തെ കാഴ്ച അതിസുന്ദരമാണ്. ഒരു എന്താ പറയുക, പരുന്ത് മുകളിൽ നിന്ന് നോക്കുന്നത് പോലെയുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ ഇതാണ് ശങ്കരാചാര്യ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടം. നമ്മളെ കൂട്ടത്തിലുള്ള ദർശനം കഴിഞ്ഞ് മടങ്ങുന്നുണ്ട്. സന്തോഷായി. ശിവനെ കണ്ടില്ലേ? ഒരു മഹാഭാഗ്യം നമുക്ക് കിട്ടി. അത് നമ്മുടെ മധുവിന്റെ കൂടെ ആയതുകൊണ്ട് വളരെ വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ ഭഗവാനെ ദർശിച്ച് താഴെ ഇറങ്ങുന്നു. ശരിക്ക് ഇവിടെ ഒന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇവിടെ വരണം, നിർബന്ധമായിട്ടും. പറ്റുന്നവരെന്നൊന്നുമില്ല, മനസ്സാണ് പ്രധാനം. നമ്മൾ മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നെപ്പോളിയൻ പണ്ട് പറഞ്ഞതല്ലേ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ. അത് നമ്മൾ മനസ്സിനെ പഠിപ്പിക്കുക. കഴിയുമെന്ന് നമ്മൾ മനസ്സിനെ പഠിപ്പിച്ചാൽ എല്ലാം കഴിയും. കഴിയില്ല എന്ന് പഠിപ്പിച്ചാൽ ഒന്നും കഴിയില്ല. അതാണ് വിശ്വാസം. ഇതാണ് ശ്രീശങ്കരൻ പ്രതിഷ്ഠ നടത്തിയ ശ്രീനഗറിലെ ഈ മഹാശിവക്ഷേത്രം. ഇതിനു മുന്നിൽ
മനസ്സുകൊണ്ട് ഒന്ന് നമിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും മെല്ലെ മെല്ലെ കയറിപ്പോകുന്നത്. ഇവിടെ ഇത് ഞാൻ എത്തുന്നത് 2ാമത്തെ പ്രാവശ്യമാണ്. ഇതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ആദിശങ്കരൻ സ്ഥാപിച്ച ഈ മഹാക്ഷേത്രത്തിൽ 2 തവണ, ഇനി എത്ര തവണ വരുമെന്നറിയില്ല, എങ്കിലും 2ാം തവണ ഇവിടെ എത്താൻ പറ്റി. അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ശ്രീ ശങ്കരൻ സ്ഥാപിച്ച മഹാശിവക്ഷേത്രം ശ്രീനഗറിലെ. പരമേശ്വരനെ ദർശിച്ച സന്തോഷം എല്ലാവരുടെയും മുഖത്ത് നമുക്ക് കാണാം. കയറി വരുമ്പോൾ എല്ലാവരുടെ മുഖം ഒരല്പം വിഷമത്തിലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആദിശങ്കരൻ പ്രതിഷ്ഠിച്ച ഈ മഹാശിവക്ഷേത്രത്തിലെത്തി നമ്മൾ ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിയ പോലെയാണ് നമുക്കിപ്പോൾ ഒരു ഫീലിംഗ് അല്ലേ? ശരിക്കും നമ്മൾ ഈ ലോകത്തിൻ്റെ നെറുകയിലെത്തിയ പോലെയുള്ള ഒരു ഫീലിംഗ്. അതൊരു മഹാഭാഗ്യമാണ്. ഇനിയും ഇങ്ങനെ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഇവരും ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന വഴിയാണ്. ഹാപ്പി. ഒരു മഹാഭാഗ്യം. ശരിക്ക് ലോകത്തിൻ്റെ നെറുകയിൽ ഈ പരമശിവന്റെ തൃപ്പാദത്തിൽ വണങ്ങാൻ ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചു. ദൂരെ കാശ്മീർ നഗരത്തിൻ്റെ കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമാണ് ഈ ലോകത്തിന് ആധാരമായ 3 ഭാവങ്ങൾ. സൃഷ്ടികാരകൻ ബ്രഹ്മനാണ്, സ്ഥിതികാരകൻ ഹരിയാണ്, സംഹാരത്തിൻ്റെ കാരകൻ ഹരനായ പരമശിവനാണ്. ഓം നമഃശിവായ, ഹരഹര മഹാദേവ എന്ന ജപനാമത്തിൽ ഹരിക്കപ്പെടാത്ത ഒരു പാവവുമില്ല. മഹാദേവൻ കുടികൊള്ളുന്ന ഹിമവൽ ശൃംഗങ്ങൾ പോലെ വിളങ്ങുകയാണ് ആദിശങ്കര ക്ഷേത്രത്തിൻ്റെ മകുടം. കർമ്മമാണ് യജ്ഞം, യജ്ഞമാണ് ധർമ്മം, ധർമ്മമാണ് തപസ്. ആദിശങ്കരൻ മനുഷ്യനായിരുന്നു എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല. അവതാര ജന്മമായ ഒരു യുഗപുരുഷൻ. ശങ്കരാചാര്യർ തപസ് ചെയ്ത ഗുഹയാണ് നമുക്ക് മുന്നിൽ കാണുന്നത്. ജയ് ഭോലേനാഥ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പരമേശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും സുഖമായിരിക്കുക. കശ്മീർ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.